ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർഡ്ബോർഡ് വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റ് ഏരിയയാണ്. ഞാൻ ആദ്യം തന്നെ ഇതേപോലൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതേ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രൗൺ കളറിലെ പെയിൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് വാട്ടർ കളറാണ്, ആക്രിലിക് പെയിൻറ്റ് എന്തെങ്കിലും അടിച്ചാൽ മതി, നമുക്ക് ആ ഒരു ബ്രൗൺ കളർ കിട്ടിയാൽ മതി. അപ്പോൾ ബ്രൗൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ആയാലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത്തിരി ഡാർക്ക് ഗ്രീൻ യൂസ് ചെയ്യണമെങ്കിൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ പേപ്പർ ആയാലും ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഞാനൊരു പഴയൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് പഴയത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ്. ആദ്യം തന്നെ ഒരു റൗണ്ട് ഷേപ്പ് എടുത്തു, പിന്നെ നമുക്ക് ഇതേപോലെ ഒരു ഭാഗം അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി. എന്നിട്ട് ഇതേപോലെ ചേർത്ത് ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. പിന്നെ ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൂടി എടുക്കുക. എന്നിട്ട് നന്നായിട്ട് പശ തേച്ചിട്ട് ഉണങ്ങി വരും വരെ വെയിറ്റ് ചെയ്യുക. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഞാൻ റെഡ് കളറിലെ പെയിൻറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. എന്നാലും റെഡാണ് ഇത്രയും കൂടി നല്ലത്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വൈറ്റ് കളറിലെ പേൾ കളർ കൊണ്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തത്. വൈറ്റ് കളറിലെ ആക്രിലിക് പെയിൻറ്റും കൊണ്ട് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഡോട്ടുകളായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേപോലെ അതിൻ്റെ ഒരു അടിഭാഗമില്ലേ, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു പേപ്പറിൻ്റെ അടിഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ പശ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ ഇരിക്കുമ്പോൾ ആ ഒരു ഭാഗം മുകളിലേക്ക് ഇങ്ങനെ നിന്നോട്ടെ. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് ഇതുപോലെ ഒട്ടിക്കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് രണ്ടും ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെയും അതേപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അടിഭാഗവും അതുപോലെ തന്നെ ചെയ്ത് ഒട്ടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. പിന്നെ ആ ഒരു വൈറ്റ് കളർ കാണുന്നുണ്ട്, അത് നമുക്ക് എന്തെങ്കിലും ഒരു പെയിൻറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഫെവിക്കോൾ ആയതുകൊണ്ട് ഇത്തിരി നേരം വെയിറ്റ് ചെയ്യണം. എന്നാലും ഇത് പേപ്പർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിച്ച് കിട്ടും. അപ്പോൾ വർഷയുടെ ഫ്രണ്ട് ശിവന്യയുടെ ബർത്ത്ഡേ ആണ് 27th. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ വിഷ് ചെയ്യുകയാണ്. 27th വീഡിയോ ഉണ്ടെങ്കിൽ അന്ന് വിഷ് ചെയ്യാം. ഞങ്ങൾ മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ തന്നെ വിഷ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ബർത്ത്ഡേ ശിവന്യ. അപ്പോൾ വർഷയുടെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഗ്രീൻ കളറിലെ പേപ്പർ എടുക്കുക കേട്ടോ. കളർ പേപ്പറോ അങ്ങനെ എന്താണെന്ന് വെച്ചൊന്ന് കളർ ചെയ്ത് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മേൽക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ശിഖ ഹായ് പറയുമെന്ന് ചോദിച്ചിരുന്നു. ഹായ് ശിഖ, ഇനിയും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ബിഗ് ഹായ്. ഒരുപാട് നാളായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ ക്യൂട്ട് സബ്സ്ക്രൈബേഴ്സിനും ഒരു ബിഗ് ഹായ്. അപ്പോൾ നമുക്കത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ ഒട്ടിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് മടക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു കറക്റ്റായിട്ട് ഇരുന്നോളും. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ആ രണ്ടെണ്ണം ഇതേപോലെയും ഒന്ന് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ എടുക്കാം. എന്നിട്ട് ഈ പേപ്പർ ഇതേപോലെ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് വീതിയുടെ ഇരട്ടിയാണ് നമ്മൾ ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. 4 വശത്തുനിന്നും ഇതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കുമ്പോൾ ആ മടക്കിയ ഭാഗങ്ങളൊക്കെ നല്ല കറക്റ്റായിട്ടിരിക്കണം, എങ്കിലേ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ചെറിയൊരു തവളനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണാം. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ വേണമെങ്കിൽ ഇത്തിരി സ്ലോവിലിട്ട് കാണാം, ഇല്ലെങ്കിൽ വീണ്ടും ഒന്ന് എടുത്ത് കാണാം കേട്ടോ. ഇനിയിപ്പോൾ ഇതും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തവളന ഉണ്ടാക്കുന്നത് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വെക്കാം. എന്നിട്ട് ഈ 4 ഭാഗത്തുനിന്നും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ ഈ 4 സൈഡ് നമ്മൾ ഇതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് മടക്കണം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഇങ്ങോട്ട് തന്നെ മടക്കണം. അപ്പോൾ ആകെ നമ്മൾ 2 പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്യുക. 4 വശവും ഇതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം. ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു പരസ്യത്തിൽ കാണുന്ന തവളയാണ് നമ്മൾ ഇതിലുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനൊരു കളർ കൊടുത്തുന്നേ ഉള്ളൂ. പഴയ നോട്ട്ബുക്കിൻ്റെ പേജൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് ഇങ്ങോട്ട് മടക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു 2 ഭാഗങ്ങളില്ലേ ഇങ്ങനെ ഇരിക്കുന്നത് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇനിയിപ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് വെക്കാൻ പറ്റണില്ലെങ്കിൽ ഇത്തിരി പശ എടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ചെറിയ തവളയാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ
പറ്റണില്ല എന്നുണ്ടെങ്കിൽ പശ ചേർത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് പശയൊന്നും ഉപയോഗിക്കേണ്ടതായിട്ട് വരില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് പറ്റണില്ലെങ്കിൽ മാത്രം ഒരിത്തിരി പശ ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കോട്ടൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് തിരിച്ച് ഇതേപോലെ ഒരെണ്ണം കൂടി ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്കൊരു തവള റെഡി ആയിട്ടുണ്ട്. ഒരു ചെറിയ തവളക്കുട്ടനാണ്. എന്നിട്ട് നമുക്കത് ഇതേപോലെ 2 കണ്ണും പിന്നെ ആ ഒരു ഗ്രീൻ കളറൊന്നും അത്ര വേണ്ടാന്ന് തോന്നി. അപ്പോൾ ഞാനൊരു നമ്മൾ നേരത്തെ എടുത്ത ആ പെയിൻറ്റിൻ്റെ ഒരു ട്രിപ്പ് ഉണ്ടായല്ലോ, അതെടുത്ത് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തു. അല്ലെങ്കിൽ ഇലയും എല്ലാനും ആ ഒരു കളറായി പോകില്ലേ, ചെറിയൊരു ഡിഫറൻസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തത്. അപ്പോൾ നമുക്കത് മേലേക്ക് വെക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പശ ചേർത്തിട്ട് ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ ഐഡിയ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ ഐഡിയ ആയിട്ട് കാണാം. താങ്ക്